പദ്ധതി പൂർത്തീകരണം അനുസരിച്ചാണ് സംസ്ഥാന വിഹിതം ലഭിക്കുകയെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ 24 ബിസിനസ് കോൺക്ലേവ് പരാമർശത്തിൽ മറുപടിയുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാന വിഹിതത്തിലെ കേന്ദ്ര നിലപാടിൽ സത്യസന്ധതയില്ല. കേരളത്തിന്റെ തുടർ വികസനത്തിലുള്ള ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കണം. കേരളത്തിലെ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കുറ്റപ്പെടുത്തി. 24 ഒരു ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് പങ്കെടുക്കുന്നത്. കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ബജറ്റ് നിരാശാജനകമായിരുന്നു, കേന്ദ്ര ബജറ്റ്. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ സംസ്ഥാനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം അത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന് കെ.സി. വേണുഗോപാൽ അതേ വേദിയിൽ തന്നെ കിരൺ റിജിജുവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് മറുപടി, പദ്ധതി നിർവഹണം നന്നായി നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്, കേരളത്തിനും അർഹമായത് നൽകുന്നുണ്ട് എന്നാണ്. ഈ 53% ഇന്ത്യൻ ആവറേജ് കൊടുക്കുമ്പോൾ കേരളത്തിന് 25% അവകാശമുള്ളൂ. ബീഹാറിന് 70% ഉണ്ട് കേട്ടോ. തരേണ്ടത് സ്റ്റേറ്റിന് തരണം. അവർ പറയുന്നത് നിങ്ങൾക്ക് സ്കൂൾ കെട്ടാൻ പൈസ തരാം, പിന്നെ എല്ലാ വീട്ടിലും ശുചിമുറി ഉണ്ടാക്കാനായിട്ട് പൈസ തരാം, അതിന് തരും. നമ്മുടെ വീട്ടിലെ ശുചിമുറി ഉണ്ട്, നമുക്ക് സ്കൂളുണ്ട്, നമുക്ക് ബാക്കി സൗകര്യം. നമുക്ക് നമ്മുടെ ഇഷ്യൂ എന്താ? നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂ. ബാക്കി എല്ലാവരും മെച്ചപ്പെട്ടിട്ടേ നമുക്ക് തരുമെന്ന് പറയുന്ന തെറ്റായ പ്ലാനിംഗ് ആണ്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ തരത്തിൽ തന്നെയാണ് വേണ്ടത്. അതാണ് അവരുടെ പ്രശ്നം. സത്യസന്ധമായിട്ടല്ല കേന്ദ്രം അതിനകത്ത് നിലപാടെടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പ്രതിപക്ഷ സ്റ്റേറ്റുകളോട് വളരെ വളരെ മോശമായ സമീപനമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ കാര്യത്തിനകത്ത് ഡൽഹിയിൽ GST കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെലങ്കാനയിലെയും കർണാടകത്തിലെയും കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിമാര് കേരളത്തിലൊരു സെമിനാറിന് പോലും വരണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.